ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശീയ ഉന്മൂലനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ കാര്യത്തിനൊരു തീർപ്പുണ്ടാക്കണമെന്ന് ഇറാൻ സൗദി അറേബ്യയോടും തുർക്കിയോടും ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ അടിയന്തരമായ രീതിയിൽ ഇടപെടൽ നടത്തണം. നിത്യേന ഡസൻ കണക്കിന് ആളുകളാണ് അവിടെ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നത്. പ്രതികരണശേഷി ഇല്ലാത്തൊരു വിഭാഗമായി അവരെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല. ആ വിഷയത്തിൽ ഇടപെടൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. രാഷ്ട്രീയമായിരിക്കുന്ന ഇടപെടലുകളും മാനുഷികപരമായിരിക്കുന്ന സഹായവും ഗസക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതുകൊണ്ട് ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് അത് വിശ്വാസയോഗ്യമായിരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇടപെടൽ നടത്തണമെന്നാണ് സൗദി അറേബ്യയോടും തുർക്കിയോടും ഇറാൻ ആവശ്യപ്പെട്ടത്. ഇതിൽ നിന്ന് രാഷ്ട്രീയമായിരിക്കുന്ന അഭിപ്രായത്തോടനുബന്ധിച്ച് ചില വിവരങ്ങൾ പുറത്തു വരുന്നത് നേരിട്ട് കൊണ്ട് ഗസ വിഷയത്തിലേക്ക് ഇടപെടാൻ വേണ്ടി ഇറാൻ താല്പര്യമുണ്ട് എന്നുള്ളതും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിഷയമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കാര്യം യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് തുർക്കിയോടും സൗദി അറേബ്യയോടും ഗസ വിഷയത്തിൽ പരസ്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തണം എന്ന് പറഞ്ഞത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമാണ് എന്നതിനാൽ അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് സ്വാധീനം ചെലുത്താൻ വേണ്ടി തീർച്ചയായിട്ടും സൗദി അറേബ്യക്ക് ഒരു പരിധി വരെ സാധിക്കും. എന്നാൽ ഇസ്രായേലിന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള സമീപനങ്ങളൊന്നും അമേരിക്കയുടെ പ്രസിഡന്റ് ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് കൃത്യമാണ്. ഗസ പിടിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നടത്തുന്ന സമയത്ത് നമുക്ക് മൗനം പാലിക്കാൻ വേണ്ടി സാധിക്കില്ല. സുരക്ഷാ ക്യാബിനറ്റിൽ പുതിയ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന നിലപാട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അതായത് ഗസ പിടിക്കുക എന്നുള്ളതാണ്. ഹമാസിന്റെയും സംഘത്തെയും ആ വിഭാഗത്തെ അങ്ങനെ തന്നെ അവിടുന്ന് പുറത്താക്കുക, അതല്ലെങ്കിൽ അവർ ആയുധം വെച്ച് കീഴടങ്ങുന്ന സമീപനം ഉണ്ടാവും. എന്നാൽ തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങില്ലെന്നും തങ്ങൾ യുദ്ധത്തിനാണ് തയ്യാറെന്നും താല്പര്യമെന്നും പറഞ്ഞതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭീഷണി ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ വന്നു. ഇപ്പോഴത്തെ സാഹചര്യങ്ങളും അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബന്ദികളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നത് പോലുമില്ല. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ്. അതല്ലെങ്കിൽ ശേഷിക്കുന്നവർ ഇപ്പോൾ 20ഓളം പേര് മാത്രമാണുള്ളത്. അതുകൊണ്ട് അതിന് ഹമാസിന് വളക്കൂറുള്ള ഒരു മണ്ണാക്കി ആ പ്രദേശം മാറ്റാൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമില്ലെന്നും യുദ്ധം എത്രത്തോളം പോകും അത്രത്തോളം പോവുകയാണ് ഉദ്ദേശം എന്നുള്ളത് വിവരമാണ് ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ ഇസ്രായേലിലെ ജനങ്ങൾ ഈ കാര്യങ്ങൾ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: തങ്ങൾക്ക് സുരക്ഷിതമില്ലാത്തൊരു സാഹചര്യം വന്നിരിക്കുന്നു. ഗസയ്ക്ക് സമാധാനം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചവർക്ക് സുരക്ഷിത ഉണ്ടാവും. ഞങ്ങൾക്ക് നേരെ വലിയ രീതിയിൽ അക്രമം നടത്തുന്നതിനെ പ്രതിരോധിക്കാനൊന്നും ഇസ്രായേൽ സർക്കാരിന് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളത് കൃത്യമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിരിക്കുന്ന നേതൃത്വം, സൈനികപരമായിരിക്കുന്ന ബന്ധങ്ങൾ, ഇതെല്ലാം യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ അനിവാര്യമാണ് എന്ന് ഇറാന്റെ അഭിപ്രായമുണ്ട്. അപ്പോൾ ഏതാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന രൂപങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ചില പരാമർശങ്ങൾ കഠിനമുള്ളതും ശക്തിയുള്ളതും ഇടപെടൽ അനിവാര്യമാക്കുന്നതുമാണ് എന്ന് സൗദിയുടെ ഭാഗത്തുനിന്ന് വിവരങ്ങൾ പുറത്തു വന്നായിരിക്കുന്ന ചില റിപ്പോർട്ടുകൾ പ്രാദേശികമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ്: ഇറാൻ ഈ വിഷയത്തിലേക്ക് നേരിട്ട് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് കുറേശ്ശെങ്കിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലുമായിട്ട് നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന രാജ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് യമനാണ്. യമനിലെ ഹൂത്തികൾ നിരന്തരം അവർ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. ചിലതൊക്കെ റിപ്പോർട്ട് പുറത്തു വരുന്നു, ചിലത് റിപ്പോർട്ട് പുറത്തു വരുന്നില്ല. അതിന് ഇവർ മിസൈലിനകത്ത് ക്യാമറ ഘടിപ്പിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തുന്നത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് മിസൈൽ ഉയരുന്നതും പോകുന്നതും ഇസ്രായേൽ പതിക്കുന്നതും അതോടുകൂടി ഉണ്ടാകുന്ന ആക്രമണത്തെക്കുറിച്ചും കൃത്യമായ രീതിയിൽ അറിയാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ ഈ ക്യാമറ ഒക്കെ പൊട്ടിത്തെറിച്ച് പോയെങ്കിൽ പോലും അതുവരെയുള്ള സംഭവങ്ങൾ ലൈവായി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യമന് സാധിക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യുമെന്നറിയോ? അത് വേറെ സോഷ്യൽ മീഡിയയിൽ പ്രാദേശിക ചാനലിന് റിപ്പോർട്ടായിട്ട് കൊടുക്കും. തങ്ങൾ മിസൈൽ ഇട്ടിരിക്കുന്നു, ഇസ്രായേൽ എത്തിയിരിക്കുന്നു, ഇസ്രായേൽ ഇന്ന സ്ഥലങ്ങൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു, അവർ ആക്രമണം നടത്തിയിരിക്കുന്നു, ഇന്ന നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്യാമറകൾ പിന്നെ ഒന്നുകിൽ അവർ പിടിക്കപ്പെടും അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് പോകും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവരുത്. അപ്പോൾ ഈ കാര്യങ്ങൾ പുറത്ത് വിടുന്നതോട് കൂടിയിട്ട് ഇതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ക്യാമറ റെക്കോർഡിംഗ് ആ സമയത്ത് നിഷേധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കില്ല. ആ സമയത്ത് മാത്രമാണ് ഇസ്രായേൽ സമ്മതിക്കാറുള്ളത്. തങ്ങളുടെ രാജ്യത്തേക്ക് ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പോലും പറയണമെങ്കിൽ ഈ വീഡിയോ പുറത്തു വിടണം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടക്കുന്ന ആക്രമണവും നാശങ്ങളും നഷ്ടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്ത് വിടുന്ന സമയത്ത് മാത്രമാണ് ഇസ്രായേൽ IDF സംഘം ഇത് അംഗീകരിക്കാറുള്ളത്. അപ്പോൾ ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് എന്ന് പറയുന്നത് സർവ്വമേഖലയും കീഴടക്കുക എന്നുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതൊരിക്കലും വിജയിക്കില്ല എന്ന് മാത്രമല്ല, വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല. കാര്യം എന്ന് പറയുന്നത് അവരിപ്പോഴും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന സംഘങ്ങൾ ഇപ്പോഴും എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നോ അവരുടെ കൈവശത്തിൽ എങ്ങനെയാണ് ആയുധം കിട്ടുന്നതെന്നോ അവരെങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അതാണ് വല്ലാത്ത രീതിയിൽ അന്വേഷിച്ചത്.
അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഇറാൻ്റെ ഇടപെടലാണ്. സൗദി അറേബ്യയോടും തുർക്കിയോടും ഇടപെടാൻ വേണ്ടി ആവശ്യപ്പെടുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെയോ രാഷ്ട്രീയമായിരിക്കുന്ന നീക്കുപോക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു.